ഗുഡ് മോർണിംഗ്. നമ്മുടെ കൃഷിയിടത്തിൽ ചീരയൊക്കെ നട്ടു വളർത്തുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചീരയിൽ നമുക്ക് പ്രാധാന്യമുള്ളത് ഇലകൾക്കാണ്. അതുകൊണ്ട് തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ നൽകാൻ ശ്രമിക്കുക. ജൈവ കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി, അതുപോലെ തന്നെ ചാണകത്തിൻ്റെ സ്ലറി, ഇത്തരം വസ്തുക്കൾ നൽകാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പച്ച ചീരയും ചുവന്ന ചീരയൊക്കെ ഇടകലർത്തി കൃഷി ചെയ്യുന്നത് ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്ന പ്രശ്നത്തെ അതിജീവിക്കാൻ സഹായിക്കും. ഇലപ്പുള്ളി രോഗം പൊതുവെ മഴക്കാലത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് മാത്രമല്ലാതെ നമുക്ക് മഴയില്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ വേനൽക്കാലങ്ങളിൽ നമ്മൾ ചീര കൃഷി ചെയ്യുമ്പോഴും ഇലപ്പുള്ളി രോഗത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ചെളി തെറിച്ചിട്ട്, അതായത് നമ്മൾ ശക്തിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെളി ഇലകളിൽ പറ്റി പിടിക്കുകയും അതുമൂലം ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം വളരെ സാവധാനം ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ വിളവെടുപ്പിന് ശേഷവും ചീരയിൽ ഗോമൂത്രം സ്പ്രേ ചെയ്യുന്നതും നല്ലത് തന്നെയാണ്.